വെൽക്കം ഗൈസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാർട്ട് 5 ആണ്. വീഡിയോസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 10.5 എക്സസൈസിലേക്കുള്ള എക്സാമ്പിൾസും അതിൻ്റെ തിയറംസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കൂടുതൽ പറയാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറയുമ്പോൾ തന്നെ NCERT ബുക്ക് മുന്നിൽ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ മനസ്സിലാവുക. ഓക്കെ, ഇത് പേജ് നമ്പർ 80, NCERT ബുക്ക് പേജ് നമ്പർ 80. പേജ് നമ്പർ 80-ലത്തെ കാര്യമാണ്. പേജ് നമ്പർ 179 അതിൻ്റെ കുറച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞെന്ന കാര്യമാണ്, ഒരു സർക്കിളിൻ്റെ നമ്മൾ ഈ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ, ഒരു സർക്കിളിൻ്റെ കോഡ്സ് ഈക്വൽ ആണെങ്കിൽ, കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ, അപ്പോൾ ഇവിടെയും ഓരോ പോയിൻ്റ് അല്ലേ. ഒരു സർക്കിളിൻ്റെ കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അതുണ്ടാക്കുന്ന ആർക്ക് ഉണ്ടല്ലോ, ആ കോഡ്സ് ഉണ്ടാക്കുന്ന ആർക്ക് ഏതാണ്? ഈ ആർക്ക് അല്ലേ, ഈ ആർക്ക് ലെങ്ത് ഈക്വൽ ആയിരിക്കും ഈ ആർക്കിൻ്റെ. കോഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആർക്സും ഈക്വൽ ആയിരിക്കും. അതൊരു കാര്യം. പിന്നെ വേറെന്താ പറയാനുള്ളത് വെച്ചാൽ, ഇത് നേരെ തിരിച്ചും കേട്ടോ. ആർക്സ് ഈക്വൽ ആണെങ്കിൽ അത് ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന രണ്ട് കോഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ രണ്ട് തിയറം. അതുകൂടാതെ വേറെന്താ, സർക്കിളിൻ്റെ ആർക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ. ഒരു സർക്കിളിൻ്റെ ആർക്ക്, ഇത് നമ്മൾ ഈ രണ്ട് പോയിൻ്റ് അല്ല കേട്ടോ നോക്കണേ, ഈ ആർക്കിൻ്റെ കാര്യമാണ്. ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ്, ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും ഡബിൾ ആയിരിക്കും. എന്തിൻ്റെ? ഈ ആർക്ക് സർക്കംഫറൻസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. മീൻസ് ഇത് 2x ആണെങ്കിൽ ഇത് x ആണ്. തിരിച്ച് പറഞ്ഞു. ഇത് x ആണെങ്കിൽ ഇത് 2x ആണ്. ഇത് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും ഇതിൻ്റെ. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു 60 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ആർക്ക് സെയിം ആയിരിക്കണം. പിന്നെ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ, ദാറ്റ് മീൻസ് ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? 60 ആണ്. അപ്പോൾ ഈ ആർക്ക് റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ മീൻസ് ഈ ആർക്ക് ഒഴികെ ബാക്കി ഏതെങ്കിലും പാർട്ട് സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് ഇങ്ങനെ പോയി ഈ ആംഗിൾ എന്തായിരിക്കും? 30 ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും 30 ആയിരിക്കും. അപ്പോൾ എത്ര കാര്യം മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ സംഭവം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിനെന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കുക. A, B, C, സെൻറ്റർ പോയിന്റ് O കൊടുക്കാം. ഓക്കെ,
ഇവിടെ ഒരു എന്തെങ്കിലും ഒരു പേര് കൊടുക്കുമ്പോൾ ഒരു എം എന്നോ പി എന്നോ എം. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ എങ്ങനെ വരിക? ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് മീൻസ് ഏത് ആർക്കിനെ പറ്റിയിട്ട് പറയുന്നത് നമ്മൾ എ സി. ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ടു ദ സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് at the remaining part of the circle. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിൾ ഈ ഒരു ആംഗിളിനേക്കാൾ ഡബിൾ ആയിരിക്കും, ഈ ആംഗിളിനേക്കാൾ ഡബിൾ ആയിരിക്കും, ഈ ആംഗിളാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങുക? ഇപ്പോൾ ഈ നീല പോർഷൻ നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. നോക്കുക എങ്ങനെയാ ചെയ്യുക. ഞാൻ ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ എം ഒ സി ആണല്ലോ ഇത്. എം ഒ സി എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും ഈ ആംഗിളിൻ്റെ പ്ലസ് ഈ ആംഗിളിൻ്റെ, അല്ലേ? നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട്. എന്താ? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, അല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എന്താ നോക്കിയത്? ഇത് ഏത് ട്രയാങ്കിളിലാണ് നടക്കുന്നത്? ഇൻ ട്രയാങ്കിൾ എം ബി സിയിലാട്ടോ അത്. ഇൻ ട്രയാങ്കിൾ എം ബി സിയിൽ ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിൻ്റെ ഈക്വൽ പ്ലസ് ഈ ഒരു ആംഗിൾ, ഇതിൻ്റെ അപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിളാണത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറമാണ്, എക്സാമിൽ എപ്പോഴും ചോദിക്കാറുണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഈക്വലാണ് അപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾ. ഓക്കെ, മനസ്സിലായി. പക്ഷേ ഇനി അടുത്ത പോയിന്റ്, ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി. ഒ ബി ഈക്വൽ ആണ് ഒ സിൻ്റെ. റീസൺ എന്താ? റേഡിയൈ ഓഫ് സെയിം സർക്കിൾ, ഒരേ സർക്കിളിൻ്റെ റേഡിയൈ ആണ്. അപ്പോൾ ഒ ബിയും ഒ സി ഈക്വൽ ആവും. ഒ ബി ഒ സി ഈക്വൽ ആണെങ്കിൽ എനിക്കറിയാം എന്ത്? ഒ ബിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ഒ ബി സി. എന്താണ് റീസൺ? എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത്, ഇതിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത് ഈക്വൽ ആയിരിക്കും. ഈ തിയറംസൊക്കെ നിങ്ങൾ ലൈൻസ് ആൻഡ് ആംഗിൾസിലും ട്രയാങ്കിൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒ ബിയും ഒ സിയും ഈക്വൽ ആവും. അതുകൊണ്ട് ഒ സിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി ആണ്. ദാറ്റ് ഈസ് ഒ ബി സി. ബി ആംഗിൾ സൈഡ് ഒ ബിൻ്റെ അപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ഒ സി ബി. അപ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എം ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി ആവും. ദാറ്റ് ഈസ് ആംഗിൾ എം ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഈക്വൽ ആവും? ആംഗിൾ 2OBC. ആംഗിൾ എം ഒ സി എന്തിൻ്റെ ഈക്വലായി? ഇതും ഒ ബി സി ആയി, ഇതും ഒ ബി സി. കാരണം എന്താ? ഒ സി ബി ഒ ബി സി ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ഒ സി ബിയുടെ സ്ഥലത്തും ഒ ബി സി വെച്ചു. അപ്പോൾ രണ്ട് ഒ ബി സി കൂടി 2OBC ആയി. ഇപ്പം എന്ത് കിട്ടിയേക്ക്? എം ഒ സി ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ഒ ബി സി. ഇനി ഇങ്ങനെ എഴുതുക. സിമിലർലി ഇൻ ട്രയാങ്കിൾ എ ഒ ബി, ഞാൻ നേരത്തെ എം എന്ന് പറഞ്ഞു അല്ലേ, സോറി കേട്ടോ.
ഇത് ഇൻ ട്രയാങ്കിൾ എന്താണ് ഒ ബി സി ആണ്. അതുപോലെ ഇൻ ട്രയാങ്കിൾ ഓൻ്റെ ടേമിൽ നിന്ന് പറയാം ഒ ബി എ. ഈ ട്രയാങ്കിൾ എടുത്ത പോലെ തന്നെ ഇനി ഈ ട്രയാങ്കിളിൻ്റെ കാര്യം പറയുമ്പോൾ സെയിം ഇത് എന്താ ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കും ഈ രണ്ട് ആംഗിൾസിൻ്റെ സം. ഈ ആംഗിളിൻ്റെയും സം എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതേ സെയിം പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. സിമിലർലി ട്രയാങ്കിൾ എ ഒ ബി എന്ത് ആംഗിൾ എം ഒ എ ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ആംഗിൾ ഒ ബി എ. ഇതൊരു ഇക്വേഷൻ ആക്കി വെക്കുക, ഇക്വേഷൻ 2. ഇതൊരു ഇക്വേഷനായി, ഇക്വേഷൻ 3. ഇനി ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എം ഒ സി പ്ലസ് ആംഗിൾ എം ഒ എ ഈക്വൽ ടു 2 ഒ ബി സി ആംഗിൾ 2 ഒ ബി സി പ്ലസ് ആംഗിൾ 2 ഒ ബി എ. ഓക്കെ, ഇതിന്ന് 2 കോമൺ എടുക്കുക. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്തായി? ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി എ എന്നായി മാറി. ഇനി നോക്കുക, ആംഗിൾ എം ഒ സി പ്ലസ് ആംഗിൾ എം ഒ എ. എം ഒ സി പ്ലസ് ആംഗിൾ എം ഒ എ രണ്ടും കൂടി ചേർന്ന ഏത് ആംഗിളാവും? ഈ ആംഗിളാവും അല്ലേ? ആംഗിൾ എം ഒ സി പ്ലസ് എം ഒ എ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ്? ആംഗിൾ എ ഒ സി ആയി. എ ഒ സിൻ്റെ ഈക്വലാണ് അല്ലേ? ആംഗിൾ എ ഒ സി ഈക്വൽ ടു ട്വൈസ്. ഇനി ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി എ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഈക്വലാണ്? ആംഗിൾ എ ബി സിൻ്റെ ഈക്വലാണ്. ഇതന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ എ ഒ സി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും എപ്പോഴും. എന്തിൻ്റെ? ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അല്ലേ? ഇതന്നെയല്ലേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി എ ബി സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എ ബി സി എപ്പോഴും ഹാഫ് ഓഫ് ആയിരിക്കും എ ഒ സി അല്ലേ? ഏത് ടേമിൽ വേണമെങ്കിൽ എഴുതാം, ഇത് കുഴപ്പമില്ല. ഇത് വിടുക. ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ എ ബി സി എന്താണ്? ഇപ്പോൾ ആംഗിൾ എ ബി സി 30 ആണെങ്കിൽ എ ഒ സി എന്താവും? 2 × 30. എ ഒ സി എത്രയായി? 60 ആയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തിയറം. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. വേറെ 2 കാര്യമുണ്ട്. ഇത് കേസ് 1 ആണ്. കേസ് 1 ആണ് ഇമ്പോർട്ടൻറ്റ്. ഇതിങ്ങനെ പഠിച്ചേക്കുക. ബാക്കി രണ്ടും ഞാൻ ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ സംഭവം നോട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ വീഡിയോ പോസ് ചെയ്യുക, ഈ ഭാഗം നോട്ട് ചെയ്യുക. വേറൊരു കേസുണ്ട് സർക്കിളിൻ്റെ. എന്താണ്? ഒരു സർക്കിളിൻ്റെ ഞാൻ പറഞ്ഞു 2 ആർക്ക്. ഇപ്രാവശ്യം എന്താ ആർക്ക് നമ്മൾ എടുക്കണത്? ഈ ആർക്കാണ് എടുക്കുന്നത്. ഈ ആർക്ക് ഇതേ തിയറം തന്നെ, ഇതേ തിയറം അതിൻ്റെ വേറെ രൂപം എന്താണ്? ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫായിരിക്കും ഈ ആർക്ക് സർക്കംഫറൻസുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളിൻ്റെ. അതിൻ്റെ അർത്ഥം ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ എത്ര? 180 ഡിഗ്രിയാണ്. സോ ഇതെപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആവും. ഇതുകൊണ്ട് ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു സെമി സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ബേസിൻ്റെ 2 പോയിൻറ്റ്സ് നിന്നും ആ സെമി സർക്കിളിലേക്ക് നമ്മൾ ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സ്റ്റാറായിപ്പോയി. വരച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതെപ്പോഴും 90 ഡിഗ്രിയാണ്. കാരണം എന്താ? ഈ പോയിന്റിൽ ഇവിടെ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ? കേസ് 2 അത്രയേ ഉള്ളൂ. ഇനി കേസ് 3 പറയുമ്പോൾ എങ്ങനെ? കേസ് 3ൽ ഇങ്ങനെ
കേസ് 3 ഈ ആംഗിൾ ഈ ആർക്ക് ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ഇങ്ങനെ വേണ്ട, ഈ ആർക്ക് ഇവിടെ ഇതുവരെ എത്തി. ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതിൻ്റെ ഡബിൾ ആവുമോ? അല്ല. അപ്പം നമ്മൾ ആംഗിൾ POQ എന്ന് പറയുമ്പോൾ ഈ ആംഗിളായി മാറും അല്ലേ? റിഫ്ലെക്സ് ഓഫ് POQൻ്റെ ഹാഫ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. മീൻസ് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2x ആയിരിക്കും. റിഫ്ലെക്സ് ഓഫ് POQ ആണ്. കാരണം നമ്മൾ ഇത്രയും വലിയ ആർക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉൾഭാഗമായിരുന്നു, പക്ഷെ ആർക്ക് വലുതാവുന്നിടത്തോളം അത് പുറം ഭാഗമായിപ്പോയി. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കും, അല്ലാതെ ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കില്ല കേട്ടോ. എപ്പോഴും കറക്റ്റ് അപ്പോസിറ്റായി വരില്ല. ഈ ആംഗിളിൻ്റെ അപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളിൻ്റെ ഡബിൾ അല്ല ആവുക, ഇതിൻ്റെ റിഫ്ലെക്സിൻ്റെ ഡബിളാണ് ആവുക. മനസ്സിലായോ? കാരണം എന്താ? ആർക്ക് വലുതായി, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ കൂടുതൽ കൂടിപ്പോയി. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ എന്താ പറയുക? റിഫ്ലെക്സ് ഓഫ് POQ എന്നാണ് പറയുക കേട്ടോ. ഇത് POQ എന്ന് പറഞ്ഞാൽ ഇതായിപ്പോവും, റിഫ്ലെക്സ് ഓഫ് POQൻ്റെ ആവും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? സോ അത്രേ ഉള്ളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ 3 കേസ് ഞാൻ നേരത്തെ അവിടെ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യണം. വേറൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഒരു പോയിന്റ് ഇതിപ്പോൾ 120 ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ആർക്ക് കാരണമല്ല ഈ ആംഗിൾ സബ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ആർക്ക് കാരണം റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിളിൽ ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് 60 ആവുമല്ലോ. സോ ഈ പോയിന്റിൽ നിന്ന് ഇത് സെയിം ബേസാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെ വന്നാലും ഇത് 60 തന്നെ ആവുള്ളൂ. ഈ 2 പോയിന്റ് എടുത്തിട്ട് എത്ര ആംഗിൾ വരച്ചാലും അത് എന്തായിരിക്കും? റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിളിലേക്ക് 60 ഡിഗ്രി തന്നെ ആയിരിക്കും, ഇത് 120 ആണെങ്കിൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും അവിടെ. ഇത്തിരി കാര്യം മനസ്സിലായി. ഓക്കെ, വേറെ ആണ് വരുന്നത് എന്ത്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇതന്നെയല്ലേ പേര്? സൈക്ലിക് ക്വാഡ്രിലേറ്റർ. സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? a quadrilateral quadrilateral with 4 sides on the circumference of the circle. അതിൻ്റെ 4 വെർട്ടെക്സസും എന്തായിരുന്നു? ആ സർക്കിളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ചുമ്മാ ഏതെങ്കിലും ഒരു 4 സൈഡ് ഇൻ ഓർഡർ ആണെങ്കിൽ അത് ക്വാഡ്രിലേറ്റർ ആയില്ലോ. പക്ഷേ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ഏതെങ്കിലും 4 പോയിന്റ്, ഇനിയിപ്പോൾ ഇങ്ങനെ ആയാലും വേണ്ടില്ല, പക്ഷെ അതിൻ്റെ വെർട്ടെക്സിസ് എന്താണ്? എപ്പോഴും സർക്കംഫറൻസിലായിരിക്കണം. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. സൈക്ലിക് കാരണം എന്താ? അതിൻ്റെ പോയിന്റ് വെർട്ടെക്സിസ് എന്താണ്? അതിൻ്റെ സർക്കംഫറൻസിലാണ്. വേറൊന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ? PQRS എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഇനി വേറെ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ? എക്സാമ്പിൾ മാത്രം കേട്ടോ ഇതൊക്കെ. LMNO വേറൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ക്വാഡ്രിലേറ്ററൽ വിത്ത് വെർട്ടെക്സിസ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഇല്ലെങ്കിൽ ഹൂസ് പോയിന്റ് ലൈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ അല്ല, എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സർക്കിൾ അല്ല, ലൈസ് ഓൺ ദ സർക്കിൾ. ആ സർക്കംഫറൻസിൽ തന്നെ അതിൻ്റെ വെർട്ടെക്സിസ് ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ അത് എന്തായിരിക്കുള്ളൂ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിരിക്കുള്ളൂ. ഓക്കെ, വേറൊരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ പല തിയറംസും ഇതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കുക. അത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ABCD
സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ അതിൻ്റെ അപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? അപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്താണ്? കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. The sum of the opposite two angles of a cyclic quadrilateral is always 180. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ആയാൽ തന്നെ ബാക്കി ടോട്ടൽ 360 ആവുമല്ലോ. ഒരു ക്വാഡ്രിലേറ്ററിലാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ സം 360 ആവുമല്ലോ എല്ലാ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ആണെങ്കിൽ അപ്പോൾ 360 180 പോയി 180. അപ്പോൾ ഓബ്വിയസ് ആണ് ബിയും സിയും കൂട്ടി കഴിഞ്ഞാലും 180 ആവും. അപ്പോൾ അപ്പോസിറ്റ് സൈഡ്സിൻ്റെ ആംഗിൾസിൻ്റെ സം ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്താണ്? എപ്പോഴും 180 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? വേറെ എന്തെങ്കിലും ചേരാം? എന്താ അപ്പോസിറ്റ് പെയർസിൻ്റെ സം 180 ആണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. നേരെ ഇൻവേഴ്സ്, ചിലപ്പോൾ ഈ പോയിന്റ് ഓൺ ദ സർക്കിൾ ആവണമെന്നില്ല. നോക്കുക, പുറത്ത് പോയി സർക്കിൾ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം അപ്പോസിറ്റ് സൈഡിൻ്റെ സം 180 വരില്ല. കാരണം എന്താ? ഓൺ ദ സർക്കിൾ മാത്രമേ അപ്പോസിറ്റ് സൈഡിൻ്റെ സം എന്തായിരിക്കുള്ളൂ? 180 ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ റോംബസും സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ വിതിന് സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു സെൻറ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ എല്ലാ പോയിൻറ്റും ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിലേ വരുള്ളൂ. കാരണം എന്താ? കാരണം ഇതിൻ്റെ അപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്? 180 ആണ്, സ്ക്വയറിൻ്റെ റെക്ടാങ്കിളിൻ്റെ ഒക്കെ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 180 അല്ലെങ്കിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിരിക്കാം, പക്ഷേ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ പറയില്ല. അപ്പോൾ തിയറംസ് ഭാഗം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നോക്കാം. തിയറംസ് ഇനി ഇല്ല. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് എക്സാമ്പിൾ നമ്പർ 3 നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്? എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, സി ഡി ഇസ് എ കോഡ് ഈക്വൽ ടു ദ റേഡിയസ്. ആദ്യം നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടല്ലോ, ഫിഗർ വരയ്ക്കാം ആദ്യം. ഓക്കെ, ഫിഗർ വരയ്ക്കാം. എന്നാൽ നോക്കുക, ഫിഗർ കുറച്ച് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. ബാക്കി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നോക്കുക, ആദ്യം നമുക്ക് എന്താണ് ചോദ്യം? ഒരു സർക്കിൾ ഉണ്ട്. അതിൽ എ ബി ഡയമീറ്റർ ആണ്. എ ബിയും ഇ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ഈ പോയിന്റ് ഇ. എ സി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ വരെ എത്തി. ബി ഡി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഈ വരെ എത്തി. അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ ഇ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബുക്കിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം. ഇതും ഈ ലൈനും മീറ്റ് ചെയ്യുക. പിന്നെ ഇതും മീറ്റ് ചെയ്യുക. നോക്കുക, ആംഗിൾ ഇ 60 ഡിഗ്രി. ദാറ്റ് മീൻസ് ആംഗിൾ ഇൻ്റെ വാല്യൂ കണ്ടെത്തണം. ആംഗിൾ ഇൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇൻ ട്രയാങ്കിൾ ഇ സി ബി നമ്മൾ ഫിഗർ നോക്കിയിട്ട് തന്നെ ആദ്യം മനസ്സിലാക്കുക എന്താണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആംഗിൾ ഇൻ്റെ വാല്യൂ കണ്ടെത്തണം. ആംഗിൾ ഇൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇൻ ട്രയാങ്കിൾ സി ഇ ബിയിലത്തെ ഓരോ ആംഗിളിൻ്റെയും വാല്യൂ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് 180യുടെ ഈക്വൽ വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ. മീൻസ് ആംഗിൾ സി എനിക്കറിയാം, അതുപോലെ ആംഗിൾ ബി എനിക്കറിയെങ്കിൽ എനിക്ക് ഇൻ ട്രയാങ്കിൾ ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ ഇ കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ എയിം ആദ്യം എന്താണ്? ഇവിടെ ആംഗിൾ ബി കണ്ടുപിടിക്കണം, അതുപോലെ ആംഗിൾ സി കണ്ടുപിടിക്കണം. ആംഗിൾ സി എന്ന് പറയുന്നത് ഏത്? ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ. അതുപോലെ ഈ ആംഗിളും കണ്ടുപിടിക്കണം. എന്നാൽ ഈ തന്നെ താൻ കിട്ടിക്കോളും.
അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമുക്കറിയാം ഇൻ ട്രയാങ്കിൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ ഉള്ളൂ. നിങ്ങളിത് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരണം. ഇൻ ട്രയാങ്കിൾ COD ഞാൻ ഫുള്ളായിട്ട് എഴുതണില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇൻ ട്രയാങ്കിൾ CODയിൽ ആംഗിൾ OC എന്ന് പറയുന്നത് എന്താണ്? സോറി, ഈ സൈഡ് ആംഗിൾ അല്ല, O to C എന്താണ്? റേഡിയസ് ആണ്. OC എന്താണ്? ഇൻ ട്രയാങ്കിൾ OCDയിൽ OC റേഡിയസ് ആണ്. OD എന്താണ്? OD വീണ്ടും റേഡിയസ് ആണ് അല്ലേ? പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോഡ് CD ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞിട്ടില്ലേ? ദാറ്റ് മീൻസ് CD റേഡിയസ് ഓഫ് ദ സർക്കിളിൻ്റെ ഈക്വൽ ആയിരിക്കും, മീൻസ് CDയും ഈക്വൽ ആണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ COD എന്ന് പറയുമ്പോൾ COD എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളായി. സോ COD എന്താണ്? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളായി. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കണം. COD ഇക്വലേറ്ററൽ ട്രയാങ്കിളായി. ആൻഡ് വി നോ ദാറ്റ് all the angles in equilateral triangle are 60 degree. അപ്പോൾ CODയിലെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയ സ്ഥിതിക്ക് ഈ ആംഗിൾ എന്തായി? 60 ഡിഗ്രി ആയി. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രി ആയി. ഇനി നോക്കുക, ഇതൊരു ആർക്കല്ലേ? C to D ഒരു സർക്കിളിൻ്റെ, ഈ സർക്കിളിൻ്റെ ആർക്ക് ഇങ്ങനെ പോണില്ലേ? ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 60. ഈ ആർക്ക് സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് 60. സോ ഈ ആർക്ക് സർക്കിളിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ടിൽ ആംഗിൾ സബ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ 60ൻ്റെ പകുതിയായിരിക്കും അല്ലേ? ഈ ആർക്ക് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഇതേ ആർക്ക് തന്നെയാണ് എന്ത്? നമ്മുടെ CD ഈ ആംഗിൾ CBD ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ എത്രയായി കിട്ടി? നമുക്ക് 30 ആയി കിട്ടും, 30 ഡിഗ്രി കിട്ടും അല്ലേ? ഇത് 60 ആയതുകൊണ്ട് ഇത് 30 ആയി, കാരണം എന്താ? സെയിം ആർക്കാണ്. അത്രയും കാര്യം മനസ്സിലായി. അപ്പോൾ നമുക്കിത് കിട്ടി, 30 കിട്ടി. ഇനി നമ്മുടെ അടുത്ത എയിം എന്താണ്? നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇത് 90 ആക്കണം. അപ്പോൾ ഇക്വലേറ്ററിലാണ് 60 ഡിഗ്രി കിട്ടി. ഏത് 60 ഡിഗ്രി കിട്ടിയ ആംഗിൾ? COD 60 ഡിഗ്രി കിട്ടി. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾ COD 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ആംഗിൾ CBD ഈസ് ഹാഫ് ഓഫ് ആംഗിൾ COD. റീസൺ എഴുതണം ബ്രാക്കറ്റിൽ, എന്തും കൊണ്ടാണ്? ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദാറ്റ് ആർക്ക് ടു എനി അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ. ആ റീസൺ എഴുതുക. അങ്ങനെ ആയതുകൊണ്ട് ഹാഫ് ഓഫ് COD എന്താ? 60, ദാറ്റ് ഈസ് 30 ഡിഗ്രി കിട്ടി. ഈ ആംഗിൾ കിട്ടി. ഇനി എന്താ അറിയേണ്ടത്? എനിക്ക് ഈ ആംഗിൾ അറിയണം. ഈ ആംഗിൾ എനിക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുമോ? ഡയറക്റ്റ് അറിയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ആർക്കല്ലേ? ഈ ആർക്ക് എത്ര ആംഗിളാണ് സബ്റ്റെൻഡ് ചെയ്യണത്? സെൻറ്ററിൽ 0 അല്ലേ? 180 അല്ലേ സെമി സർക്കിളിൻ്റെ കേസ്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഏത് ആംഗിൾ? ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആവില്ലേ? കാരണം സെയിം റീസൺ, ആംഗിൾ ACB ഈസ് ഹാഫ് ഓഫ് ആംഗിൾ AOB. ആംഗിൾ AOB എത്രയാണ്? 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 90. അപ്പോൾ ആംഗിൾ ACB 90 ആയി അല്ലേ? ആംഗിൾ ACB 90 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ ACB പ്ലസ് ആംഗിൾ ECB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ഈ ആംഗിളും ഈ ലൈനും 90 ഡിഗ്രി, ഇത് ഓൺ സെയിം പോയിൻ്റ് അല്ലേ? അപ്പോൾ ഇതെന്തായി? ഫിഗർ ഇതിൽ ചിലപ്പോൾ മനസ്സിലാവേണ്ടതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ACB എന്താണ്? ACB ഇത് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതി നോട്ട് ചെയ്യണേ, എന്നിട്ട് എനിക്ക് അയച്ചു തരണം. എങ്കിൽ ACB എന്താണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടി. ACB 90 ആയി കഴിഞ്ഞാൽ എങ്കിൽ ECB എത്രയാവും?
അപ്പോൾ ആംഗിൾ ഇ സി ബിയുടെ വാല്യൂ എന്തായി? അതും 90 ഡിഗ്രി ആയി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ട്രയാങ്കിളിൽ ഇപ്പോൾ സിയും അറിയാം ബിയും അറിയാം. ഈ കണ്ടുപിടിച്ചതല്ലേ ഇൻ ട്രയാങ്കിൾ സി ബി ഇ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ബി. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ആംഗിൾ സി എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഏത് വരാമല്ലോ, അങ്ങനെയല്ല. ഞാൻ ഇൻ ട്രയാങ്കിൾ സി ബി ഇൻ്റെ കാര്യം പറയുമ്പോൾ ആംഗിൾ സി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ബി എത്രയാണ്? 180 ഡിഗ്രിയാണ്. ആംഗിൾ സി ഞാനിപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, 90 ആയി. ആംഗിൾ ഇ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ബി എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 30 ആണ്. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 90 പ്ലസ് 30 എത്ര? 120. 90 പ്ലസ് 30 120 അല്ലേ? അപ്പോൾ ആംഗിൾ ഈ 120 അപ്പുറത്തേക്ക് പോയി മൈനസ് ആകുമ്പോൾ 180 മൈനസ് 120 എത്രയായി? 60 ആയി. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ അല്ലേ? ഈ സാധനം സോൾവ് ചെയ്തിട്ട് എനിക്ക് നേരെ കറക്റ്റ് ഓർഡറിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയിട്ട് റീസണൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ റീസൺ അതിൻ്റെ മുന്നിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം. ഓക്കെ, ഇത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലം നോക്കാം. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ നമ്പർ 4th 5th വളരെ ഈസിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. 4th 5th അതും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത ക്ലാസ്സിൽ ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എക്സാമ്പിൾ നമ്പർ 6 എന്ന് പറയുമ്പോൾ എന്താ പറയണത്? ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഇത് മീറ്റ് ചെയ്തപ്പോൾ ഉള്ളിൽ കിട്ടിയ ഈ ക്വാഡ്രിലേറ്ററൽ ഉണ്ടല്ലോ FEHG, അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ എല്ലാ ഇതിൻ്റെ വെർട്ടെക്സസും എഫും ഇയും എച്ചും ജിയും എല്ലാ പോയിൻറ്റ്സും ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ലൈ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? അതിൻ്റെ അപ്പോസിറ്റ് സൈഡിൻ്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180യുടെ ഈക്വൽ ആക്കി കൊടുത്താൽ മതി. ആംഗിൾ FEHും FGHും കൂട്ടി കഴിഞ്ഞാൽ 180 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മുകളിലത്തെ ആംഗിൾ EFGയും EHGയും 180യുടെ ഈക്വൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നില്ലെങ്കിൽ ഇതേ പ്ലസ് ഇത് 180 ആക്കുക, ഇല്ലെങ്കിൽ ഇതേ പ്ലസ് ഇത് 180 ആക്കുക. അങ്ങനെയാണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയി. സോ ഇവിടെ നമുക്ക് എളുപ്പം എന്താ, ഇത് 180യുടെ ഈക്വൽ ആക്കുകയാണ്. എന്ത്? ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ജി 180യുടെ ഈക്വൽ ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ജി, ദാറ്റ് ഈസ് ആംഗിൾ FEH പ്ലസ് ആംഗിൾ FGE 180യുടെ ഈക്വൽ ആയിരിക്കണം. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലായി. ഇനി അത് എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കുക. ആംഗിൾ FEHൻ്റെ ഈക്വലാണ്, ഞാൻ ഫുൾ ഡീറ്റെയിലിൽ എഴുതണില്ല, നിങ്ങൾ എനിക്ക് എഴുതി അയച്ചു തരുമ്പോൾ ഫുൾ ഡീറ്റെയിലിൽ അയച്ചു തരണം. ആംഗിൾ AEB ആയിരിക്കും. ആംഗിൾ FEHൻ്റെ ഈക്വൽ ആയിരിക്കും ആംഗിൾ AEB. നമുക്ക് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ടല്ലേ, AH ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ A, അതുപോലെ DH ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ D, BF is the bisector of angle B, FC is the bisector of angle C. Means AH കാരണം ഈ ആംഗിൾ A 2 ഈക്വൽ പാർട്ടിലാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, 2 ഈക്വൽ പാർട്ടിലാണ് ഡിവൈഡ് ചെയ്തത്. അതുപോലെ B ഇവിടെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, ആംഗിൾ C 2 ഈക്വൽ പാർട്ട്, അങ്ങനെ എല്ലാം. അപ്പോൾ ആംഗിൾ FEH ഈക്വൽ ആണ് ആംഗിൾ AEBൻ്റെ. എന്താ റീസൺ നിങ്ങൾ എഴുതണം കേട്ടോ, ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ഞാൻ ഇപ്പോൾ ഒരു റഫ്ലി പറഞ്ഞു തരുന്നുള്ളൂ, നിങ്ങൾ സോൾവ് ചെയ്തൊക്കെ അയച്ചു തരണം. അപ്പോൾ ആംഗിൾ FEHൻ്റെ ഈക്വലാണ് AEB. ഇനി AEB കണ്ടുപിടിച്ചാൽ മതിയല്ലോ എനിക്ക്, അല്ലേ? AEB എന്താണ്? ഇനി നമ്മൾ എടുക്കുക ഇൻ ട്രയാങ്കിൾ AEB നോക്കുകയാണെങ്കിൽ ഈ എല്ലാ ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ E പ്ലസ്
ആംഗിൾ എ, അങ്ങനെയാണോ പറയുക? ഈ ആംഗിൾ എ എന്താ ബൈസെക്റ്റഡ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്റെ ഹാഫാണ് ഇവിടെ അല്ലേ, ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ഇവിടെ ഇത് അതേപോലെ തന്നെ എന്താ ഹാഫ് ഓഫ് ആംഗിൾ ബി എന്തായിരിക്കും 180യുടെ ഈക്വൽ ആയിരിക്കും. ഇനി ഇത് മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ ആംഗിൾ ഇ ഇപ്പുറത്ത് വെച്ചിട്ട് ബാക്കി എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 180 മൈനസ് 1/2 എ മൈനസ് 1/2 ബി വരും. ഇതിൽ -1/2 കോമൺ എടുക്കുക. അപ്പോൾ ഉള്ളിൽ എന്തായി? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇങ്ങനെ വന്നു. സെയിം മെത്തേഡ് ഇവിടെ ചെയ്യുക. എന്ത്? ആംഗിൾ എഫ് ജി എച്ച് ഈ ഉള്ളിലത്തെ ഈ ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിരിക്കും എന്ത്? ആംഗിൾ ഡി ജി സി. എന്താ റീസൺ? സോറി, ഈ ആംഗിളിൻ്റെ ഈക്വൽ ആയിരിക്കും ഇത്. ഈ ആംഗിൾ എന്താണ് റീസൺ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി ഞാൻ ഡി ജി സി എടുക്കുക. ഡി ജി സി എടുക്കുക. ഇൻ ട്രയാങ്കിൾ ഡി ജി സി വീണ്ടും ആംഗിൾ ജി ഫുൾ വരും പ്ലസ് ഈ ഡി എന്ന് പറയുന്നത് ഇത് ആംഗിൾ ബൈസെക്ടർ അല്ലേ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ആക്കുന്ന ലൈൻ. അപ്പോൾ ജി എച്ച് ആംഗിൾ ഡീനെ 2 ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഹാഫ് ഓഫ് ഡി എന്ന് പറഞ്ഞൂടെ? ഈ ഭാഗത്തിനെ നമ്മൾ ഹാഫ് ഓഫ് ഡി എന്നല്ല പറയുക. ഈ ഭാഗം എന്താ? ഹാഫ് ഓഫ് എ. ഈ ഭാഗം എന്താ? ഹാഫ് ഓഫ് ഡി. ഈ ഭാഗം എന്താ? ഹാഫ് ഓഫ് ആംഗിൾ ബി. ഈ ഭാഗം എന്താ? ഹാഫ് ഓഫ് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ ജി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ഡി പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ സി ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. പിന്നെ നേരത്തെ ഇവിടെ ചെയ്ത പോലെ 1/2 കോമൺ എടുത്തിട്ട് ആംഗിൾ ജി ഇസ് ഇക്വൽ ടു 180 മൈനസ് 1/2 കോമൺ എടുത്തു. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്താണ് ആവശ്യം? ഈ ആംഗിൾ ഇയും ആംഗിൾ ജിയും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനെ ഒരു ഇക്വേഷൻ 1 ആക്കി വയ്ക്കുക. അതിന് ഇക്വേഷൻ 2 ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആക്കി കഴിഞ്ഞാൽ ആംഗിൾ ജി പ്ലസ് ആംഗിൾ ഇ, ആംഗിൾ ഇ പ്ലസ് ആംഗിൾ ജി. ഈ ആംഗിൾ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ എഫ് ഇ എച്ച് ആണല്ലേ. ഫുൾ എഴുതട്ടെ, നിങ്ങൾ എപ്പോഴും ഫുൾ തന്നെ എഴുതണം കേട്ടോ. ആംഗിൾ എഫ് ഇ എച്ച് പ്ലസ് ആംഗിൾ എഫ് ജി എച്ച് എന്താണ്? ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ ഭാഗം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 180 മൈനസ് 1/2 ബ്രാക്കറ്റിൽ ആംഗിൾ എ പ്ലസ് ബി പ്ലസ് ഇനി ഈ ഭാഗം 180 മൈനസ് 1/2 ബി പ്ലസ് സി. ഇനി 180 പ്ലസ് 180 എന്തായി? 360 ആയി. ഇതൊന്നും രണ്ടെന്നും എന്താ? -1/2 കോമൺ എടുത്തു. ഉള്ളിൽ എന്ത് വരും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. ഈ 1/2 ഞാൻ ഇതൊന്നും രണ്ടും കോമൺ എടുത്തു. ഇങ്ങനെ വന്നു. ഇനി 360 മൈനസ് 1/2 എ ബി സി ഡി. ദാറ്റ് മീൻസ് ഈ ഫുൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. ഈ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്, ഫുൾ ആംഗിൾ. ഇത് പറഞ്ഞാൽ എന്താ? ഒരു ക്വാഡ്രിലേറ്ററലിൻ്റെ എല്ലാ സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തിൻ്റെ ഈക്വൽ ആയിരിക്കും? 360ൻ്റെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന് 362. ഇതും ക്യാൻസലായി 180 വന്നു. 360 മൈനസ് 180 എന്താ? 180. അപ്പോൾ ഇവിടെ ആംഗിൾ ഇ പ്ലസ് അല്ലെങ്കിൽ ഫുൾ ചെയ്ത ആംഗിൾ എഫ് ഇ എച്ച് പ്ലസ് ആംഗിൾ എഫ് ജി എച്ച് എന്ന് കൂട്ടി കഴിഞ്ഞാൽ 180യുടെ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതെന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾസ് തീർന്നു. ഇടയിൽ ക്വസ്റ്റ്യൻ, ഇത് എക്സാമ്പിൾ നമ്പർ 6 അല്ലേ. എക്സാമ്പിൾ നമ്പർ 4ഉം 5ഉം ഒക്കെ ചെയ്ത് നോക്കുക. ഞാൻ വിട്ട എക്സാമ്പിൾ ചെയ്യുക, ഹോംവർക്കായിട്ട് എനിക്ക് അയച്ചു തരിക. അറിയാത്തതാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യും. ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല രീതിയിൽ എഴുതിയിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരിക. ഓക്കെ, ആസ് എ ഹോംവർക്ക്. അപ്പോൾ ശരി എന്നാൽ ബൈ, പാക്കലാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.